വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മൂന്നാം തവണയും അധികാരത്തിലേക്ക് ഏറും പിണറായി സർക്കാർ എന്ന് ഇടത് പറയുമ്പോഴും കോൺഗ്രസ് തന്നെയാകും 2026 കേരളം ഭരിക്കുവാൻ പോകുക എന്നാണ് കോൺഗ്രസിൻ്റെയും മറ്റ് പൊതുവായ ഒരു ചർച്ചയുമൊക്കെ മുൻപോട്ട് പോകുന്നത്. എന്നാൽ BJPയുടെ വളർച്ച കോൺഗ്രസിൻ്റെ അധികാര സ്ഥിരാകേന്ദ്രത്തിലേക്കുള്ള പ്രവേശത്തെ കാര്യമായ രീതിയിൽ ബാധിക്കുമെന്ന ആശങ്കയും കോൺഗ്രസിലുണ്ട്. അത്തരത്തിൽ കോൺഗ്രസ് വോട്ടുകൾ BJP പിടിക്കുകയാണ് എങ്കിൽ മൂന്നാം തവണ വീണ്ടും അധികാരത്തിലേക്ക് ഇടതുപക്ഷം കയറുവാനുള്ള സാധ്യതയും തള്ളിക്കളയുവാൻ കഴിയുന്നതല്ല. അത്തരത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിലവിൽ ഉള്ള മന്ത്രിമാരിൽ നിലവിലുള്ള പ്രമുഖരായവരിൽ 5 പേർക്ക് അടുത്ത തവണ വിജയിക്കുവാൻ കഴിയില്ല എന്ന ചില വിലയിരുത്തലുകൾ ഇപ്പോൾ കാര്യമായ രീതിയിൽ നടക്കുന്നുണ്ട്. അത് ആരൊക്കെ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. ഏറ്റവും ആദ്യം 2016 അധികാരത്തിലേറിയ ഒന്നാം പിണറായി സർക്കാരിൻ്റെ ഖ്യാതി വാനോളം ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമായിരുന്നു ആരോഗ്യവകുപ്പ്. അന്ന് ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്തത് KK ശൈലജ ടീച്ചറാണ്. ലോകമെമ്പാടുമുള്ള രാജ്യത്ത് കേരളത്തിൻ്റെ പേര് വാനോളം ഉയർത്തി എന്ന ഒരു ഖ്യാതി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്ന രണ്ടാം പിണറായി സർക്കാർ KK ശൈലജ ടീച്ചറിനെ മന്ത്രിസഭയിലേക്ക് എടുത്തില്ല. പകരം വീണ ജോർജിനെ, മുൻ മാധ്യമപ്രവർത്തകയായ വീണ ജോർജിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും വീണ ജോർജിനെ ആരോഗ്യവകുപ്പ് മന്ത്രിയാക്കുകയും ചെയ്തു. ഇപ്പോൾ വീണ ജോർജിൻ്റെ പ്രവർത്തനത്തിൽ ജനങ്ങൾക്ക് കാര്യമായ രീതിയിലുള്ള സംതൃപ്തിയില്ല എന്ന വാർത്തകളും കണക്കുകളുമാണ് പുറത്തേക്ക് വരുന്നത്. ഏറ്റവും ഒടുവിലുള്ള ആശാവർക്കർമാരുടെ വിഷയത്തിൽ പോലും വീണ ജോർജിൻ്റെ മുഖച്ഛായയ്ക്ക് വലിയ മങ്ങലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ അടുത്ത തവണ വീണ ജോർജ് മത്സരിക്കുകയാണ് എങ്കിൽ അവിടെ വീണ ജോർജ് വിജയിക്കുവാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നത്. കാരണം ആറന്മുളയിൽ മത്സരിക്കുവാൻ സാധ്യതയേറെയുള്ള പേരുകളായി മുൻപോട്ട് വരുന്നത് ഒന്ന് അച്ചു ഉമ്മൻ്റെയും മറ്റൊന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ അബിൻ വർക്കിയുടെയും പേരാണ്. ഇരുവരും മാധ്യമങ്ങളിലൂടെയും മറ്റും ജനഹൃദയങ്ങൾ കീഴടക്കിയവർ തന്നെയാണ്. സ്വാഭാവികമായും വീണ ജോർജിനെതിരെയുള്ള ഒരു വിരുദ്ധ വികാരം, സർക്കാരിന് മൊത്തത്തിലുള്ള ഭരണവിരുദ്ധ വികാരം, ഇതെല്ലാം അവിടെ അലയടിച്ചുകൊണ്ട് വീണ ജോർജ് പരാജയപ്പെടുവാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് പരിശോധനയിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മറ്റൊന്ന് KN ബാലഗോപാലനാണ്. കൊട്ടാരക്കരയിൽ നിന്ന് നിയമസഭയിലേക്ക് പ്രവേശിച്ച KN ബാലഗോപാലൻ ധനവകുപ്പ് മന്ത്രിയായി വന്ന അദ്ദേഹം സാധാരണക്കാരൻ്റെ ജീവിതശൈലിക്ക് അനുസരിച്ചുള്ള സാമ്പത്തിക ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളതും അതീവ ഗുരുതര സാമ്പത്തിക വീഴ്ചയിലേക്കും സാമ്പത്തികപരമായി ജീർണിച്ച ഒരു അവസ്ഥയിലേക്കും ഈ സംസ്ഥാനം പോയതിൻ്റെ ഒരു പഴി KN ബാലഗോപാലിലേക്ക് കൃത്യമായി എത്തുന്നുണ്ട്. സാമ്പത്തികപരമായി കേരളത്തെ ശക്തിപ്പെടുത്തി നിലനിർത്തി മുൻപോട്ട് പോകുവാൻ കഴിയുന്ന കരുത്ത് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാലിനില്ല എന്ന ഒരു വാദം കൃത്യമായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി കണക്കിലെടുക്കുമ്പോഴാണ് KN ബാലഗോപാലിന് ഇനിയൊരു അവസരം കിട്ടുമോ എന്നുള്ളതും വളരെ പ്രധാനമാണ്. KN ബാലഗോപാലിനെ കൊട്ടാരക്കരയിൽ ഇനി മത്സരിച്ചാൽ വിജയിക്കുവാൻ കഴിയില്ല എന്ന ഒരു കണക്കുകൂട്ടൽ പുറത്തേക്ക് വരുന്നത്. KN ബാലഗോപാൽ തനിക്ക് ലഭിച്ച മന്ത്രിപദം കൃത്യമായി വിനിയോഗിച്ചില്ല എന്നുള്ളതും ഒപ്പം സംസ്ഥാനത്തൊട്ടാകെയുള്ള ഭരണവിരുദ്ധ വികാരവും KN ബാലഗോപാൽ എന്ന ധനകാര്യ വകുപ്പ് മന്ത്രിയെ കാര്യമായ രീതിയിൽ ബാധിക്കും എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന് മന്ത്രി അല്ലെങ്കിൽ പോലും പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട MV ഗോവിന്ദൻ മാസ്റ്റർ. MV ഗോവിന്ദൻ മാസ്റ്ററെ സംബന്ധിച്ച് ഇടതുപക്ഷം അതിൻ്റെ ഏറ്റവും മോശകരമായ അവസ്ഥയിലൂടെ കടന്നുപോയതിൻ്റെ പ്രധാന കാരണക്കാരിൽ ഒരാളായി പിണറായി വിജയനെ ഒരു വിഭാഗം നേതാക്കന്മാരും ജനങ്ങളുമൊക്കെ കുറ്റപ്പെടുത്തുമ്പോഴും MV ഗോവിന്ദൻ്റെ പേരിലേക്കും ആ കുറ്റഭാരം എത്തി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. MV ഗോവിന്ദൻ്റെ മാറ്റിയുള്ള നിലപാട് പറച്ചിലുകളും MV ഗോവിന്ദന് തളിപ്പറമ്പിൽ നിന്ന് വിജയിച്ചു വരുന്ന MV ഗോവിന്ദനെ ഇനി മത്സരിപ്പിക്കുമോ എന്നുള്ളതുമൊക്കെ കാര്യമായ രീതിയിൽ പരിഗണിക്കുമ്പോൾ MV ഗോവിന്ദനും നിയമസഭയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുവാനോ അല്ലെങ്കിൽ ജയിക്കുവാനോ സാധ്യതയില്ല എന്ന് തന്നെ കണക്കാക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് P രാജീവാണ്. കളമശ്ശേരിയിൽ നിന്ന് വിജയിച്ചു വരുന്ന P രാജീവ്. സാബു ജേക്കബ് അടക്കമുള്ള വ്യവസായികളൊക്കെ കുറ്റപ്പെടുത്തുന്ന P രാജീവ് വ്യാവസായിക രംഗത്തെ കാര്യമായ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളൊരു പേരുദോഷം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വാദം പ്രതിപക്ഷം കാര്യമായ രീതിയിൽ ഉയർത്തുന്നുണ്ട്. അത് അദ്ദേഹത്തിന് തിരിച്ചടിയാകുവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ P രാജീവിനെ ഇനി അവിടെ മത്സരിപ്പിക്കുമോ എന്നുള്ളതും മറ്റൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. അടുത്തത് V ശിവൻകുട്ടിയാണ്. നിയമമണ്ഡലത്തിൽ മത്സരിക്കുന്ന V ശിവൻകുട്ടി. BJPക്ക് സാധ്യതയേറെയുള്ള നിയമമണ്ഡലത്തിൽ V ശിവൻകുട്ടി കഴിഞ്ഞ തവണ കഷ്ടിച്ചാണ് വിജയിച്ചു പോകുന്നത്. അവിടെ കോൺഗ്രസിൻ്റെ ശക്തനായ K മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കിയത് കൊണ്ടുകൂടിയാണ് V ശിവൻകുട്ടി വിജയിച്ചത് എന്നൊരു കണക്കൂട്ടൽ കൂടി അവിടെയുണ്ട്. നേമത്ത് ഇനി ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ V ശിവൻകുട്ടി അവിടെ മത്സരിക്കുവാൻ സന്നദ്ധത പ്രകടിപ്പിക്കാതിരിക്കുകയും അല്ലെങ്കിൽ അവിടെ മത്സരിച്ചാൽ വിജയിക്കാതിരിക്കുവാൻ വേണ്ടിയുള്ള
കാരണങ്ങളും ഏറെയാണ്. വിദ്യാഭ്യാസ വകുപ്പിൽ ചോദ്യപേപ്പറിൽ പോലും അക്ഷരത്തെറ്റുകൾ ഉണ്ടാകുന്ന സാഹചര്യം, കൃത്യമായ രീതിയിൽ ആ വകുപ്പ് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉള്ളത് എന്നുള്ള വാദം. മറ്റൊന്ന്, പരാജയ ഭീതിയേറെയുള്ള ഒരു മണ്ഡലമാണ് നിയമം. ആ നിയമത്ത് അദ്ദേഹത്തിന് പകരം ആര്യ രാജേന്ദ്രനെ മത്സരിപ്പിക്കും എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഒന്നുകിൽ വി ശിവൻകുട്ടി മത്സരിക്കില്ല, അല്ലെങ്കിൽ പരാജയപ്പെടാനുള്ള സാധ്യത ഏറെയാണ്.